ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്ന ഡെവിൾ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ളൊരു തിയറി ഉണ്ട്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും. എങ്കിലും ആ ഒരു തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഡെവിൾ ഫ്രൂട്ട്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൺ പീസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഷോർട്ടാക്കി പറയാം. വൺ പീസ് വേൾഡിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡെവിൾ ഫ്രൂട്ട്സ്. അതായത് ഒരു ഡെവിൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഡെവിൾ ഫ്രൂട്ട്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പവർ കിട്ടുകയാണ്. ഡെവിൾ ഫ്രൂട്ട്സിനെ 3 കാറ്റഗറി, അതിൻ്റെ സബ് കാറ്റഗറി ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഡെവിൾ ഫ്രൂട്ട്സ് വൺ പീസിൽ നമുക്ക് കാണാം. ഡെവിൾ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു തിയറി എന്താണെന്ന് നോക്കാം. തിയറിയിൽ പറയുന്നത് ഡെവിൾ ഫ്രൂട്ട്സ് വെറും പവേഴ്സ് മാത്രമല്ല, മറിച്ച് നോർസ് പുരാണങ്ങളിലൊക്കെ കണ്ടുവരുന്ന യാഗ്ഡ്രസിൽ എന്ന ഡീമൺ ട്രീ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിവിങ് ക്രിയേച്ചേഴ്സ് ആണ്. നോർസ് മിത്തോളജിയെ പറ്റി പലർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഓഡിൻ, തോർ, ലോക്കി ഇവരൊക്കെ നോർസ് മിത്തോളജിയിലുള്ള ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു പുരാണങ്ങളിലെ ദൈവങ്ങളാണ്. വൺ പീസ് വേൾഡിലേക്ക് വരുമ്പോൾ മേനീജിയോസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ആക്ട്രസിലുള്ളത്. വൺ പീസ് വേൾഡിൽ റെഡ് ലൈനിൻ്റെ ടോപ്പിലാണ് മാരിജോ ഉള്ളത്. വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റലാണ് മാരിജോ. ഗ്രാൻഡ് ലൈൻ ക്രോസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ റൂട്ടാണ്, എങ്കിലും അനുവാദമുള്ളവർക്ക് മാത്രമേ അതിലെ കടക്കാൻ കഴിയൂ. അവിടെയാണ് സെലസ്റ്റിയൽ ഡ്രാഗൺ താമസിക്കുന്നത്. വേൾഡ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രാജ്യങ്ങളുടെ ദ കൗൺസിൽ ഓഫ് റോയൽറ്റി ആയിട്ടുള്ള ലെവലി ഇവിടെയാണ് ഓരോ 4 വർഷം കൂടുമ്പോഴും സംഭവിക്കുന്നത്. ഈ മാരിജിയുടെ അണ്ടറിൽ മറിഞ്ഞിരിക്കുന്ന ഡെവിൾ ട്രീയാണ് യാഗ്ഡ്രസിൽ എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഏൻഷ്യൻ ടൈമിൽ, അതായത് പ്രാചീന മനുഷ്യർ സീൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡീമൺ കിങ്ങിൽ നിന്നാണ് യാഗ്ഡ്രസിൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഡെവിൾ ഫ്രൂട്ട്സ് കഴിച്ചാൽ ഡീമൺ കിങ്ങിൻ്റെ പവർ കൂടുകയും ചെയ്യും. പിന്നെ ഇതിൽ പറയുന്നത് ബ്ലാക്ക് ബീഡ് ഈ ഡീമൺ കിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ബീഡിന് 2 ഡെവിൾ ഫ്രൂട്ട് ഒരുമിച്ച് കഴിക്കാൻ സാധിക്കുന്നതെന്നും ഈ തിയറിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ലാഫ്റ്റയിലെത്തുന്ന ലൂഫി ഇതെല്ലാം മനസ്സിലാക്കുകയും തൻ്റെ പവർ മുഴുവൻ യൂസ് ചെയ്ത് ബ്ലാക്ക് ബീഡിനെ ഇല്ലാതാക്കുകയും പിന്നീട് എല്ലാ ഡെവിൾ ഫ്രൂട്ട്സും നശിപ്പിക്കുകയും ശിഷ്ടകാലം സമാധാനമായ ഒരു കടൽ കൊള്ളക്കാനായി ജീവിക്കുകയുമാണ് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ക്ലൈമാക്സ് ഒഴികെ ബാക്കിയൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്തായാലും ഈ ഒരു തിയറിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സയോനര.